ഹലോ ഗായ്സ്. ഇതെന്താണെന്ന് കണ്ടോ ഈ സാധനം? ഇത് ഇൻഡോമിയുടെ നമ്മളിവിടെ മേടിക്കുന്ന യുഎയിൽ മേടിക്കുന്ന ഒരു നൂഡിൽസാണ്. ഓക്കെ, ഇത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്ലേവറാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ വലിയ ഇമേജ് നിങ്ങളുടെ അതിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ സ്ഥിരം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്കൊന്ന് കാണാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഇമേജിൽ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതിങ്ങനെ ഇരിക്കും. നമ്മൾ ഈ കാണിച്ച പാക്കറ്റില്ലേ അത് തന്നെയാണ്. ഇതിൻ്റെ വലിയ 5 പീസിൻ്റെ പാക്കറ്റാണ് നമ്മൾ സാധാരണ ഇവിടെ മേടിക്കുന്നത്. അല്ല, ഒരു പാക്കറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ പീസ് എന്ന് പറയുന്നത് ഇതൊരു പാക്കറ്റാണ്, കണ്ടോ? ഓക്കെ, ഇതാണ് ആ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ഈ ഇതിൽ വന്നിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ എന്താ പറയുക, ഇതിനകത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കണ്ടൻസും ഒക്കെ ചിലപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അടുത്ത എൻ്റെ ഇമേജിൽ അത് കാണാം. സോ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ ഗോതമ്പുണ്ട്, ഇതുണ്ട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പോൾ ഫസ്റ്റായിട്ട് ഉള്ളത് വീറ്റ് ഫ്ലോർ, എഡിബിൾ ഓയിൽ, സോൾട്ട്, പൊട്ടാസ്യം കാർബണേറ്റ്, സോഡിയം പോളിഫോസ്ഫേറ്റ്, നാച്ചുറൽ ഗം, സോഡിയം കാർബണേറ്റ്, റൈബോഫ്ലാവിൻ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ. പിന്നെ സീസണിങ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്, സീസണിങ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇതിനകത്തൊന്ന് റീഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ എപ്പോഴും നമ്മൾ കഴിക്കുന്ന സാധനത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണോ നിങ്ങൾ കഴിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഫുഡാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടൻസ് എന്താണെന്ന് എപ്പോഴും മനസ്സിലാക്കി തന്നെ ആഹാരം കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഇതിൻ്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ. അതായത് ഒരു പാക്കറ്റിൽ ഇതാണ് ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സെർവിങ് പെർ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു പാക്കേജ്. അതിൽ സൈസ് എന്ന് പറഞ്ഞാൽ 75 ഗ്രാമാണ്. ഇതിൻ്റെ ഗ്രാം സൈസ് എത്രയാണെന്ന് ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് ഇതിൻ്റെ നെറ്റ് വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് 75 ഗ്രാമാണ്. അതായത് ഇതിൻ്റെ നെറ്റ് വെയിറ്റ് ഇതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ചിലപ്പോൾ സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇതിനകത്ത് നെറ്റ് വെയിറ്റ് കാണിച്ചിട്ടുണ്ട്. 75 ഗ്രാമാണ് ഇതിൻ്റെ നെറ്റ് വെയിറ്റ്. ഒരു 75 ഗ്രാമിൽ 350 കാലോറി. അതായത് ഈ ഒരു സാധനം കഴിക്കുമ്പോൾ 350 കാലോറിയാണ് നമ്മുടെ ഇൻടേക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്തുള്ള ടോട്ടൽ ഫാറ്റ്, പ്രോട്ടീൻ, കൊളസ്ട്രോള്, ടോട്ടൽ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ, സോഡിയം ലെവൽ എത്ര, ഇതെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങളെ ഇൻടേക്ക് എത്രയാണ്, നിങ്ങൾ ഒരു സമയം ഈ സാധനം കഴിക്കുമ്പോൾ ഇൻടേക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ എപ്പോഴും ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഇപ്പോൾ ഇത് ഇൻഡോമിയുടെ സാധനമാണ്. ഇത് യുഎയുടെ സാധനം ആയതുകൊണ്ട്, ഈ യുഎയിലുള്ള ഇൻഡോമിയുടെ സാധനം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വളരെ കൃത്യമായിട്ട് ഇത് കാണിക്കുന്നത്. നാട്ടിൽ മാഗിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഏതാണെങ്കിലും ഇങ്ങനെയുള്ള ഫുഡ് പ്രോഡക്റ്റ്സ് മേടിക്കുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള സെർവിങ് എത്രയാണെന്നുള്ളതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ wish you good luck.